ആഹാ, ഇവിടെ നിൽക്കുകയായിരുന്നോ? ശിവ ശിവ, ധാരായത് തനിക്ക് വഴിയൊക്കെ ഓർമ്മയുണ്ടോ? മറന്നിട്ടൊന്നുമില്ല പുണ്യരെ, ഒന്നും ഇങ്ങോട്ട് കിടക്കാൻ സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാ. അല്ല, നമ്മുടെ വിഷു എവിടെ? കിഴക്ക് വെളുക്കണതിന് മുമ്പ് പാടത്തോട്ട് പോയതാ. ആ, എന്തൊക്കെയുണ്ട് വിശേഷം? ബിസിനസ് ഒക്കെ പൊടിക്കണുണ്ടെന്ന് വിശ്വം പറഞ്ഞു. ബിസിനസ് എന്നൊക്കെ പറയുമ്പോ വലിയ അന്തസ്സാ. സംഗതി ലൊടാക്ക് മലഞ്ചരക്ക് കച്ചവടാന്നുള്ളത് നമുക്കല്ലേ അറിയൂ. ആ, ശരിയാ ശരിയാ. അപ്പുണ്ണിനേരെ ഒന്ന് നിന്നേ. എന്താ? ഇന്നലത്തെ കൂലിയുടെ കണക്കാ. എന്താണോ ഇപ്പൊ ഖേദമുണ്ടോ? പഠിക്കാൻ പറഞ്ഞയച്ച കാലത്ത് രാഷ്ട്രീയവും കുത്തുമുറിയുമായിട്ട് നടന്നോണ്ടല്ലേ? അതിപ്പോ ഓരോരുത്തരുടെ തലവരാന്നല്ല, എന്താ പറയാ. വിശ്വന്റെ കാര്യം എന്താ? അമ്മ എപ്പോഴും എന്നെ സഹായിച്ചുകൊണ്ടിരുന്ന അവന്റെ പേരും പറഞ്ഞ എന്റെ ഏട്ടന്റെ മോനെ കണ്ട് പടിയടാന്ന്. ശരിയാ. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ റാങ്കോടെ പാസ്സായല്ലേ. അവനിപ്പൊ എന്താ ചെയ്യണേ? പാടവും കൃഷിയും. ചെളിയുടെ മണവില്ലാണ്ട് ഉറക്കം കിട്ടില്ല എന്നുള്ള അവസ്ഥയല്ലേ അവന്. അയാളുടെ കാര്യം ഒന്നും പറയാണ്ടിരിക്കാ നല്ലത്. രേവതിക്കുട്ടിയുടെ കല്യാണം കൂടി കഴിഞ്ഞ കുടകിലോ ഒറ്റ പോവാത്രേ. തോട്ടം വാങ്ങി കൃഷി നടത്താൻ. എന്താ ഇപ്പൊ ചെയ്യാ? ഓരോരുത്തരുടെ ഓരോരോ രീതികൾ. അല്ല, ഇവിടെ ടെലിഫോൺ വർക്ക് ചെയ്യുന്നില്ലേ? അതിന്റെ ഒരു സ്വഭാവം അങ്ങനെയല്ലേ. ഒരു മഴ ചാറിയെന്ന് കേട്ടാ മതി, 4 ദിവസത്തേക്ക് കമാന്നൊരു അക്ഷരം മിണ്ടില്ല. അടുപ്പിലിട്ട് കത്തിക്കാ വേണ്ടത്. ആ, എന്നാ അങ്ങനെ ആവട്ടെ. ഞാനൊന്ന് വിഷുവിനെ കണ്ടിട്ട് അങ്ങോട്ട് പോവും. അടുത്ത ആഴ്ച വിസ്തരിച്ചൊന്ന് വരുന്നുണ്ട്, അമ്മയും കുട്ടി. എന്താ? ശരി.